നിരന്തരമായി നമ്മൾ വാർത്തയിൽ കാണാറുണ്ട് ഭക്ഷണത്തിൽ പുഴുള്ള ഭക്ഷണം വിതരണം ചെയ്ത ഹോട്ടൽ പൂട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി സ്ഥലമാണ്. ഇവിടെ പുഴുവില്ലാത്ത ഭക്ഷണം വിളമ്പിയാലാണ് പ്രശ്നം. കൺഫ്യൂഷൻ ആവണ്ട. പുഴു ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കോഴിക്കോട് എത്തിയാൽ മതി എന്നാണ് സമീർ സി മുഹമ്മദ് പറയുന്നത്. നല്ല പുഴു വിഭവങ്ങൾ കഴിക്കാമെന്ന്. ഫിറോസ് ഖാനും കുടുംബവും നടത്തുന്ന പുഴു ഫാമിൻ്റെയും അവർ പാചകം ചെയ്യുന്ന പുഴു വിഭവങ്ങളുടെയും വിശേഷങ്ങൾ അറിയാൻ നമുക്ക് സമീർ സി മുഹമ്മദിൻ്റെ കൂടെ കോഴിക്കോട് ഫറോക്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ഫറോക്ക് കുണ്ടായത്തോടുള്ള ഫിറോസ് ഖാന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെറൈറ്റി ഡിഷ് തേടി പോകാം. ചൈനക്കാർ പുഴുവിനെ തിന്നുന്നത് കാണുമ്പോൾ അറപ്പോടെ നോക്കുന്ന നമ്മൾ നമ്മുടെ നാട്ടിലും പുഴുവിനും പുഴുവിഭവങ്ങൾക്കും ആവശ്യക്കാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഫിറോസ് ഖാന്റെ ഫാമിൽ നിന്ന് നിരവധി പേരാണ് പുഴുക്കളെ വാങ്ങിക്കൊണ്ടുപോകുന്നത്. ആദ്യം കോഴി, വളർത്തുപക്ഷികൾ, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയ്ക്ക് തീറ്റയായി കൊണ്ടുപോയിരുന്നവർ ഇപ്പോൾ സ്വന്തം ഭക്ഷണത്തിനായും കൃഷി ചെയ്യാനുമാണ് കൊണ്ടുപോകുന്നത്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മീൽവേം വണ്ട് ഇനത്തിൽപ്പെട്ട പുഴുക്കളെ 7 വർഷമായി ഫിറോസ് വളർത്തുന്നുണ്ട്. ശാസ്ത്രീയമായാണ് പരിചരണം. തീറ്റയായി ആപ്പിൾ, ഓറഞ്ച്, ഓട്സ്, ക്യാരറ്റ് തുടങ്ങിയവയാണ് പുഴുക്കൾക്ക് നൽകുന്നത്. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് ഇവയ്ക്കും നൽകുന്നത് എന്നതിനാലാണ് സ്വന്തം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതെന്നും 4 വർഷമായി വീട്ടിലെ എല്ലാവരും പുഴു കഴിക്കുന്നുണ്ടെന്നും ഫിറോസ് പറയുന്നു. ജീവനോടെ കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം. അല്ല, ഇത് ഏറ്റവും ടേസ്റ്റി, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങളിത് ലൈവ് കഴിക്കണം. ഇത് 100% എന്താണ് പുഴുയുടെ രുചി എന്നൊരാൾ ചോദിച്ചാൽ അത് പറയണമെങ്കിൽ നിങ്ങളുടെ ഉമിനീരിൽ ഇവരുടെ ശരീരത്തിലുള്ള സംഭവമായിട്ട് ഒരു ഡൈലൂട്ടിങ് നടന്നിട്ട് നിങ്ങളുടെ ഉമിനീരിലൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന് ഇതാണ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളാണ്, അതായത് പൊരിച്ചിട്ടുള്ള സംഭവങ്ങൾ, വറുത്തിട്ടുള്ള സംഭവങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ ശരിക്കും ഇത് നമുക്ക് ഒരു നുറുക്ക് പോലെ അല്ലെങ്കിൽ മിക്സ്ചർ പോലെയൊക്കെ നമുക്ക് ശരിക്കും എണ്ണയിലിട്ടിട്ട് കോരി എടുത്തിട്ട് അങ്ങനെ നല്ല ഇങ്ങനെ കറുമുറു എന്നുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെ അതിനെ തിന്നാൻ പറ്റും. അപ്പോൾ അത് പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റും ഓരോരുത്തരുടെ അനുസരിച്ച്. ഫുഡ് ഐറ്റംസ് വെച്ചാൽ ഇത് നമ്മൾ എന്തിനോട് ചേർക്കുന്നോ അതിനോട് ഇത് ചേരും. നമ്മളിവിടെ ഉപ്പുമാവ്, പിട്ട്, മന്തി, നമ്മളെ ചെയ്യാത്ത സംഭവമില്ല. നമ്മൾക്കിപ്പോൾ എന്തിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് ഏത് നല്ലൊരു കുക്കിൻ്റെ കയ്യിൽ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് വർണ്ണപ്പകിട്ട് പോലെ തിളങ്ങും. ഇപ്പോഴും നമ്മുടെ ഈ ചുറ്റുപാടുള്ള തിന്മേശയിലേക്ക് സ്ഥലം കാലിയായിരിക്കുക. പുതുരുചി മാത്രമല്ല, നല്ല വരുമാന മാർഗവുമാണ്. ഫിഞ്ചസ് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനായി വളർത്തി തുടങ്ങി. പിന്നീട് പുഴു വളർത്തൽ തന്നെ വരുമാനമാക്കി. എൻ്റെ സെയിലിപ്പം കൂടുതലും ഞാൻ വരുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കൾച്ചർ ചെയ്യാനുള്ള വേമാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ 1 ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് പ്രൊഡക്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി വേണേൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി യൂസ് ചെയ്യാം, മന്ത്ലി യൂസ് ചെയ്യാം, ഇയർലി, നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മറ്റ് ജീവികൾക്ക് കൊടുക്കാൻ പറ്റും. എപ്പോഴും തിന്നണമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് തിന്നാം. പിന്നെ ഇത് പൗഡറായിട്ടും, പേസ്റ്റായിട്ടും, ക്രീമായിട്ടും, ലൈവായിട്ടും, ഡ്രൈ ആയിട്ടും യൂസ് ചെയ്യാം. 5 വെറൈറ്റിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേമെന്ന ഒരു രൂപം നമ്മൾ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എല്ലാവർക്കും സംതൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ ചലനവും അവരുടെ രൂപവും നമ്മുടെ മനസ്സിനെ വല്ലാത്ത വിഷമം കാണിക്കും. പക്ഷെ നമുക്കിത് പൗഡറായിട്ട് ഒരു വർണ്ണപ്പകിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടപ്പോൾ അറപ്പ് കാണിച്ച എല്ലാവരും അത് ഭദ്രമായി സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്നലകളിലൊക്കെ ഇത് ചിലപ്പം തിന്നിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ രൂപത്തിലല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ യൂണിറ്റ് ബേസ് ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നത്. അതായത് യൂണിറ്റ് ബേസ് ചെയ്ത് കൊടുത്തു വെച്ചാൽ നമ്മൾ ലൈനേജൊക്കെ മാറ്റി ബ്രീഡിങ്ങിന് അനുകൂലമായ രീതിയിലേക്ക് ഇതിനെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതാകുമ്പോൾ വെച്ചാൽ അയാൾക്ക് ഒരു പണിയില്ല, അയാൾക്ക് ജസ്റ്റ് ഒരു ട്രയൽ അതിനെ സൂക്ഷിക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. വെച്ചാൽ പിന്നെ അതിൻ്റെ ഫോളോ അപ്പിങ് അതെല്ലാം നമ്മൾ അതിനൊന്നും ഒരു പൈസ പോലും ആരുടെയും വാങ്ങുന്നില്ല, അതെല്ലാം സൗജന്യമാണ്. അത് അയാൾ എപ്പം വിളിക്കുന്നോ ആ സമയത്ത് അയാൾക്ക് അതിൻ്റെതായ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ആർക്ക് വേണമെങ്കിലും ഒരു വീട്ടമ്മക്ക് പോലും ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ട് നല്ല രീതിയിലൊരു വരുമാനം എടുക്കാൻ പറ്റും. ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ഇൻകം ഇതൊന്നും സ്വരൂപിക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു ABC സെക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് മാർക്കറ്റ് ചെയ്യാം.
പിന്നെ നമ്മുടെ സൗകര്യങ്ങളും ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഇത് എത്ര വേണമെങ്കിലും ഇതിനെ വലുതാക്കാൻ പറ്റും. ഒരു യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ നമ്മൾ വാങ്ങുന്ന എമൗണ്ടാണ് 2450 രൂപ. വീട്ടിൽ കൊണ്ടുപോയി പാചകം ചെയ്യാം. ആവശ്യക്കാർക്ക് പാചകം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഭക്ഷണത്തിനൊപ്പം മറ്റ് ഉൽപ്പന്നങ്ങളായും ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് വെച്ചാൽ അതിലുള്ള ഗുണം ഇതാണ് വെച്ചാൽ ഇതിൽ 53% പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരാനില്ല. ഇപ്പം ഞാൻ ഒരു 7 വർഷത്തിൻ്റെ പുറത്തായി ഏതാണ്ട് ഇതിലിരുന്ന് ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നമുക്കിപ്പോൾ ഏതോ ഒരു അപരിചിതമായ ഒരു ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ നമുക്കൊന്ന് ഛർദ്ദിക്കണം എന്നെങ്കിലോ തോന്നിയേക്കാം. അത്ര പോലും എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. 4 ജീവിതഘട്ടങ്ങളാണ് മീൽവേം വണ്ടിനുള്ളത്. മുട്ട, ലാർവ, പ്യൂപ്പ, വണ്ട് എന്നിങ്ങനെയാണത്. പ്രത്യേകം തയ്യാറാക്കിയ ട്രേകളിലാണ് വളർത്തുന്നത്. നല്ല പുഴു വിഭവങ്ങൾ വേണ്ടവർ ഇങ്ങോട്ട് പോന്നോളൂ. റൈഡൻ റിപ്പോർട്ടറിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. കോഴിക്കോട് നിന്ന് പ്രജൽ സുരേഷിനും ഹരീക്ഷനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഫിറോസ് ഖാൻ്റെ ഒരു വല്ലാത്ത വെറൈറ്റിയാണ്. അത് കഴിക്കാൻ ധൈര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ആ തീരുമാനം നിങ്ങൾക്ക് വിടുന്നു. ആർക്കറിയാം ഇനി നാളെ ഇവിടെ പുഴുമന്തിയാണോ ഫേമസ് ആവാൻ പോകുന്നത്.